ആദിത്യൻ ദേവലോകത്ത് നിന്നും മടങ്ങിയെത്തിയപ്പോൾ ഭട്ടി പരിവാരങ്ങളോടുകൂടി അദ്ദേഹത്തെ ആഘോഷപൂർവ്വം സ്വീകരിച്ചു. ആസ്ഥാന മണ്ഡപത്തിലേക്ക് ആനയിച്ചു. വൈദിക ശ്രേഷ്ഠന്മാരും വിശിഷ്ട വ്യക്തികളുമൊക്കെ നിറഞ്ഞിരിക്കുന്ന ആ സദസ്സിൽ വിക്രമാദിത്യൻ നിറഞ്ഞ മനസ്സോടെ പുഞ്ചിരിയോടെ നിന്നു. ദേവേന്ദ്രൻ വിക്രമാദിത്യന് സമ്മാനിച്ച ആ സിംഹാസനം തൻ്റെ സഭയിൽ ഉചിതമായ സ്ഥലത്ത് പ്രതിഷ്ഠിക്കുവാൻ അദ്ദേഹം ആജ്ഞാപിക്കുന്നു. അങ്ങനെ വിക്രമാദിത്യ ചക്രവർത്തിയുടെ ഭാഗ്യത്തിലും രാജ്യത്തിനു ലഭിച്ച ദേവന്മാരുടെ അനുഗ്രഹ വർഷത്തിലും മതിമറന്ന് സദസ്യരാകെ ഏറെ സന്തോഷിച്ചു. വിക്രമാദിത്യൻ ദേവലോകത്തിലെ വിശേഷങ്ങളൊക്കെ ഭട്ടിയുമായി പങ്കുവയ്ക്കുന്നു. ദേവനർത്തകിമാർ തമ്മിലുള്ള കലഹവും ദേവന്മാർ രണ്ടു ചേരിയായി തിരിഞ്ഞതും ആ വിഷയത്തിൽ ഒരു പരിഹാരം കാണാതെ ഇന്ദ്രൻ ഏറെ ദുഃഖിച്ചതും പിന്നീട് തൻ്റെ കൗശലം കൊണ്ട് പ്രശ്നം വളരെ രമ്യമായി പരിഹരിക്കപ്പെട്ടതുമൊക്കെ വിക്രമാദിത്യൻ ഭട്ടിയോട് വിവരിച്ചു കൊടുക്കുന്നു. വിക്രമാദിത്യൻ ഈ വിശേഷങ്ങളൊക്കെ പറയുമ്പോൾ ഭട്ടിയുടെ മുഖത്ത് സന്തോഷമൊന്നും കാണാത്തതിൽ വിക്രമാദിത്യന് വലിയ അത്ഭുതമായി. വിക്രമാദിത്യൻ ഭട്ടിയോട് ചോദിച്ചു, അങ്ങയുടെ മുഖം എന്താണ് മ്ലാനമായി ഇരിക്കുന്നത്? ആഹ്ലാദമൊന്നും അങ്ങയിൽ ഞാൻ കാണുന്നില്ല. എന്താണ് അതിന് കാരണം?